സുഹൃത്തുക്കളെ, പശ്ചിമബംഗാളിൽ BJP അധികാരത്തിലെത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കങ്ങളും നീതിന്യായ വ്യവസ്ഥയുടെ മൗനാനുമതിയും പിന്തുണച്ചതായിട്ടാണ് പലരും കാണുന്നത്. ഇത് സംസ്ഥാനത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിൽ വലിയ ഭീതി ഉണ്ടാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ളതായി ആരോപിക്കപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ ഓരോ ജില്ലയിലും തടങ്കൽ ക്യാമ്പുകൾ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ വൻ സ്മാരകം പണിയണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നു. എന്നാൽ സംസ്ഥാനത്തെ ഹിന്ദു ജനവിഭാഗത്തെയും അസ്വസ്ഥരാക്കിയ മറ്റൊരു പ്രധാന വിഷയം പശുവിനെയും ബീഫിനെയും ചുറ്റിപ്പറ്റി മുസ്ലിങ്ങളെ ലക്ഷ്യമാക്കി നീണ്ടു നിൽക്കുന്ന ആക്രമണ ലിഞ്ചിങ് രാഷ്ട്രീയമാണ്. ഈദടുത്തെത്തിയപ്പോൾ നിരവധി ഹിന്ദുക്കൾ അവരുടെ പശുക്കളെയും കാളകളെയും വിൽക്കാനായി വിപണിയിലെത്തി. എന്നാൽ അവരെ കാത്തിരുന്നത് വലിയ നിരാശയായിരുന്നു. പശുവർഗ്ഗങ്ങൾ വാങ്ങാൻ ആരും എത്തിയില്ല. മുസ്ലിങ്ങൾ കൂട്ടായി ഈദിന് ഇത്തരം മൃഗങ്ങളെ ബലി നൽകാതിരിക്കാനാണ് തീരുമാനിച്ചത്. ജമാഅത്ത് ഇസ്ലാമി ഹിന്ദിൻ്റെ നേതാവായ മൗലാന അർഷാദ് മദനി മുതൽ അസറുദ്ദീൻ ഒവൈസി പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ വരെ നിരവധി മുസ്ലിം നേതാക്കൾക്ക് കടുവയ്ക്ക് പകരം പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വിപണികളിൽ വിൽപ്പനയ്ക്ക് പശുക്കളെ കൊണ്ടുവന്ന ഹിന്ദുക്കളോട് മുസ്ലിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: അത് നിങ്ങളുടെ അമ്മയല്ലേ, വീട്ടിൽ കൊണ്ടുപോയി വളർത്തു. ഈദ് സമയത്ത് മൃഗങ്ങളെ വിൽക്കുന്നതിലൂടെ നല്ല വരുമാനം ലഭിക്കുമെന്ന് കരുതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ദരിദ്ര കർഷകർക്ക് ഇത് വലിയ അഘാതമായി മാറിയിരിക്കുകയാണ്. അവരുടെ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും തകർന്നടിയുകയാണ്. കഴിഞ്ഞ 12 വർഷമായി പശു സംരക്ഷണം എന്ന പേരിൽ നടന്ന അനേകം ലിഞ്ചിങ്ങുകൾ മുസ്ലിം സംഘടനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് അഖ്ലാഖിൻ്റെ കൊലപാതകത്തിൽ നിന്ന് മുഹമ്മദ് ജുനൈദിൻ്റെ കൊലപാതകം വരെ 100-ലധികം ആളുകളാണ് ഇത്തരം ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇന്ത്യ സ്പെൻഡ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2014 മുതൽ 2018 വരെ പശുവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളിൽ 46 മുസ്ലിങ്ങളും ദളിതരുമാണ് കൊല്ലപ്പെട്ടത്. ഗുജറാത്ത് ലുനയിൽ മരിച്ച പശുക്കളുടെ തോൽ എടുക്കുന്നതിനായി കൊണ്ടുപോവുകയായിരുന്ന 4 ദളിത് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവം ഓർക്കാം. തുടർന്ന് യുവ ദളിത് നേതാവായ ജിഗ്നേഷ് മെവാനി പശു വ്യാപാരം അവസാനിപ്പിക്കണമെന്നും ദളിതുകൾക്ക് ഭൂമി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രചാരണം നടത്തി. പശു ജാഗ്രതാ സംഘങ്ങൾ സൃഷ്ടിച്ച അന്തരീക്ഷം അധികാരത്തിലുള്ളവരുടെ സംരക്ഷണത്തോടെയും RSS ചിന്താധാരയുടെ സിദ്ധാന്തപരമായ പിന്തുണയോടെയും സമൂഹത്തിൽ വലിയ ഭീതി സൃഷ്ടിച്ചു. ചില ആചാര്യന്മാർ വരെ ഒരു പശുവിൻ്റെ ജീവന്റെ വില അനേകം മനുഷ്യരുടെ ജീവനേക്കാൾ കൂടുതലാണ് എന്ന് വരെ പറഞ്ഞു. ബാബ രാംദേവ് പശുവിൻ്റെ മൂത്രം ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വൻ ലാഭം കൊയ്യുകയാണ് ഉണ്ടായത്. BJPയുടെ പ്രധാന വക്താവായ സാംബിത് പാത്ര പശുവിൻ ചാണകം വജ്രത്തേക്കാൾ വിലപിടിപ്പുള്ളതാണെന്ന് പ്രസ്താവിച്ചു. അദ്ദേഹം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള ഡോക്ടറാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗുജറാത്തിലൊരു പ്രൊഫസർ പശുവിൻ്റെ മൂത്രത്തിൽ സ്വർണം അടങ്ങിയിട്ടുണ്ട് എന്ന ഗവേഷണവുമായി രംഗത്തെത്തി. സ്വർണ്ണവില കുത്തനെ ഉയരുന്ന കാലത്ത് ഇതൊക്കെ കേൾക്കുന്നത് വലിയ ആശ്വാസമല്ലേ? മുസ്ലിം സമൂഹത്തിൽ ഈ കൂട്ടായ തീരുമാനത്തിലൂടെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് ദരിദ്ര ഹിന്ദു കർഷകർക്കാണ്. ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ കളിയിൽ അവർ ബലിയാട് ആകുകയാണ്. ഇനി ഹിന്ദുത്വ സർക്കാർ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുമോ എന്ന് കാത്തിരിക്കാം. അങ്ങനെ സംഭവിച്ചാൽ മറ്റൊരു വിഭാഗത്തിനും നഷ്ടം നേരിടും. ഇന്ത്യയിലെ വൻ ബീഫ് കയറ്റുമതി സ്ഥാപനങ്ങൾ നടത്തുന്നത് പ്രധാനമായും മുസ്ലിങ്ങളല്ലാത്ത സമ്പന്ന ഹിന്ദു ജൈന വ്യവസായികളാണ്. അൽ കബീർ എക്സ്പോർട്ടേഴ്സ് പോലുള്ള കമ്പനികൾ സബർവാൾ കുടുംബത്തിൻ്റെ ഉടമസ്ഥയിലാണെന്നത് റിപ്പോർട്ടുകളുണ്ട്. ബോംബെ ആസ്ഥാനമായ അറേബ്യൻ എക്സ്പോർട്ട് സുനിൽ കപൂർ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. MKR പ്രോസർ ഫുഡ് എക്സ്പോർട്ട് മദൻ ആബോട്ടും PML ഇൻഡസ്ട്രിയൽ AS ബിദ്ര കുടുംബവും നിയന്ത്രിക്കുന്നു. ഇതിനു പുറമെ മാംസാഹാരം കഴിക്കുന്നതിനെ പോലും ഹിന്ദുത്വ ശക്തികൾ അപമാനത്തോടെ കാണുകയാണ്. ഗോവയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമുള്ള ജനങ്ങൾ കേരളക്കാർക്കും ബീഫ് ഉൾപ്പെടെയുള്ള മാംസാഹാരം സാധാരണ ഭക്ഷണമാണ്. ഇന്ത്യയിലെ ഏകദേശം 77% ആളുകളും മാംസാഹാരം കഴിക്കുന്നു. തീരപ്രദേശങ്ങളിൽ മീനും മറ്റ് സംസ്ഥാനങ്ങളിൽ കോഴി, ആട്ടിറച്ചി തുടങ്ങിയവയും വ്യാപകമാണ്. ബ്രാഹ്മണർ മാംസാഹാരം കഴിക്കില്ലെന്ന പൊതുധാരണയും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നതല്ല. കാശ്മീരി പണ്ഡിതരുടെ പ്രശസ്ത വിഭവങ്ങളിൽ മട്ടൻ പ്രധാന സ്ഥാനമുണ്ട്. റോഗൻ ജോഷ് കാശ്മീരി പാചകത്തിൻ്റെ അഭിമാനമാണ്. ബീഹാറിലെ ബ്രാഹ്മണരും മട്ടൻ ഉൾപ്പെടെയുള്ള മാംസാഹാരം കഴിക്കാറുണ്ട്. എന്നാൽ ജനപ്രിയ ധാരണകളെ ഉദ്ദേശപൂർവം വളച്ചൊടിച്ച് മുസ്ലിങ്ങളെ മാംസാഹാരികളും അതിനാൽ ക്രൂരമായ സമൂഹം എന്ന രീതിയിൽ ചിത്രീകരിക്കുകയുമാണ് നടക്കുന്നത്. ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP അധികാരത്തിലെത്തിയാൽ ബംഗാളികളുടെ പ്രിയപ്പെട്ട മാച്ച് ബാത്ത് അല്ലെങ്കിൽ മീൻ ചോറ്
ലഭിക്കാനാകില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി പറഞ്ഞിരുന്നു. അതിന് മറുപടിയായി കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ മാച്ച് ഭാത് കഴിക്കുന്ന വീഡിയോ പുറത്തുവിട്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാംസാഹാരത്തിന് വിലക്കില്ലെന്ന് അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാൽമൂരി കഴിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ച് ബംഗാളികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു. എത്രത്തോളം അധപ്പതിച്ചിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രചാരണങ്ങൾ. ദുർബലമായ ന്യൂനപക്ഷങ്ങളെ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ ലക്ഷ്യമാക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള രാഷ്ട്രീയത്തിലേക്ക് നാം വീണു കഴിഞ്ഞു. പശ്ചിമബംഗാളിലെ അനുഭവം സാമുദായിക രാഷ്ട്രീയം എത്ര താഴ്ന്ന നിലയിലേക്ക് പോകുന്നുവെന്ന് കാണിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല, സാധാരണ വിവേകബുദ്ധിയും അഴിമതിക്കിരയായിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ വേദനയിലും ഭീതിയിലും കഴിയുമ്പോൾ സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ ജാൽമൂരിയും മാച്ച് ഭാത്തും കഴിച്ച് ആഘോഷിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല നടത്തിയ അഡോൾഫ് ഹിറ്റ്ലർ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ സസ്യാഹാരിയായിരുന്നുവെന്ന കാര്യം ഇവർ മറക്കുന്നു. ഇതേസമയം അമേരിക്കയിലെ പാസാഡീനയിലെ ഷേക്സ്പിയർ ക്ലബിൽ 1900 ഫെബ്രുവരി 2 ബുദ്ധിസ്റ്റിക് ഇന്ത്യ എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകളും ഓർക്കേണ്ടതാണ്. പഴയ ആചാരപ്രകാരം ബീഫ് കഴിക്കാത്ത ഒരാൾ നല്ല ഹിന്ദുവല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. പ്രത്യേക അവസരങ്ങളിൽ കാളയെ ബലി നൽകി അതിൻ്റെ മാംസം കഴിക്കേണ്ടതുണ്ട്. അവസാനമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന സിദ്ധാന്തകനായ വിനായക് ദാമോദർ സർവേക്കർ പറഞ്ഞിരുന്നു, പശു വിശുദ്ധ മൃഗമല്ല, ഉപകാരപ്രദമായ ഒരു മൃഗമാണ്.